സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൊച്ചുമക്കൾക്ക് സംവരണാനുകൂല്യങ്ങൾ നൽകിയില്ലെങ്കിൽ പിന്നെ ഇത് ആർക്കാണ് നൽകുക? റസാക്കന്മാരുടെ കൊച്ചുമക്കൾക്കോ? ഷെയ്ഖ് ഹസീനയുടെ ഈ ചോദ്യം വിദ്യാർത്ഥി സംഘടനകളെ ചൊടിപ്പിച്ചത് ചെറുതൊന്നുമല്ല. ഇതിന്റെ ഫലമായി തൊഴിൽ സംവരണത്തിനെതിരായി പ്രതിഷേധത്തിനിറങ്ങിയ വിദ്യാർത്ഥികൾ ഏറ്റുവിളിച്ച മുദ്രാവാക്യം ധാക്കയിലെ തെരുവുകളിൽ പ്രതിധ്വനിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ ചൂടിലാണ് ബംഗ്ലാദേശ്. സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരായി നടക്കുന്ന പ്രതിഷേധങ്ങളിൽ ഇതുവരെയായി 151 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ ബംഗ്ലാദേശിൽ സർക്കാർ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമം ലംഘിക്കുന്നവരെ കണ്ടാലുടൻ വെടിവെക്കാനാണ് പോലീസിന്റെ നിർദ്ദേശം. പ്രക്ഷോഭം നേരിടാൻ പ്രധാന നഗരങ്ങളിലെല്ലാം സർക്കാർ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. തലസ്ഥാന നഗരമായ ധാക്കയിലെ പ്രധാന തെരുവുകളെല്ലാം പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലുമാണ്. പ്രധാന റോഡുകളെല്ലാം അടച്ചുപൂട്ടി. പുറത്തിറങ്ങിയവരെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ചാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. അക്രമത്തെ തുടർന്ന് ധാക്കയിലേക്കുള്ള റെയിൽ ഗതാഗതം തന്നെ നിർത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൊബൈൽ ഇന്റർനെറ്റ് വർക്കുകൾ റദ്ദാക്കി. സ്കൂളുകളും സർവകലാശാലകളും അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടി. പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഷെയ്ഖ് ഹസീന പലായനവും ചെയ്തു. നിരന്തരം കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ്. പ്രക്ഷോഭങ്ങൾ കടുക്കുമ്പോൾ ഇത് ഇന്ത്യക്കും ഭീഷണിയാകുന്നുണ്ട്. ഉണങ്ങാത്ത മുറിവുകളുമായി റസാക്കന്മാർ മടങ്ങിയെത്തിയിരിക്കുന്നു. ആരാണ് റസാക്കന്മാർ? എന്താണ് ബംഗ്ലാദേശ് നേരിടുന്ന പ്രധാന പ്രതിസന്ധി? 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിൻതലമുറക്കാർക്കുള്ള 30% സംവരണം ഉൾപ്പെടെ സർക്കാർ സർവീസിൽ 56% ആകെ സംവരണം. ഇത് എടുത്തു കളഞ്ഞ ഹസീന സർക്കാരിന്റെ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതോടെയാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത്. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും 30%, വനിതകൾക്ക് 10%, പിന്നോക്ക ജില്ലകളിൽ നിന്നുള്ളവർക്ക് 10%, വംശീയ ന്യൂനപക്ഷങ്ങൾക്ക് 5%, ഭിന്നശേഷിക്കാർക്ക് 1% എന്നിങ്ങനെയാണ് സർക്കാർ ജോലികളിൽ സംവരണം. ഇത് പ്രകാരം 56% വിവിധ സംവരണ വിഭാഗങ്ങൾക്കുള്ളതാണ്. ബാക്കിയുള്ള 44% തസ്തികകളാണ് മെറിറ്റ് വഴി നികത്തുക. ഇത് തൊഴിലില്ലായ്മ രൂക്ഷമാക്കുന്നുവെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹസീന സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടെയാണ് വിദ്യാർത്ഥികളെ ചൊടിപ്പിച്ചുകൊണ്ട് റസാക്കർ പരാമർശമുണ്ടാക്കിയിരിക്കുന്നത്. അവിടെയാണ് ആരാണ് റസാക്കന്മാർ എന്ന ചോദ്യം ഉയരുന്നത്. ബംഗ്ലാദേശ് ചരിത്രത്തിൽ അവർക്കുള്ള പ്രാധാന്യവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും ചർച്ചയാവുന്നുണ്ട്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹായ സേനയായിരുന്നു റസാക്കന്മാർ. ബംഗാളിലെ കശാപ്പുകാരൻ എന്ന പേരിൽ കുപ്രസിദ്ധനായ ജനറൽ ടിക്ക ഖാൻ പ്രാദേശികമായി റിക്രൂട്ട് ചെയ്ത അർദ്ധ സൈനിക സേനയായിരുന്നു റസാക്കർ വിഭാഗം. പാകിസ്ഥാനെ അനുകൂലിച്ചിരുന്ന ബംഗാളികളും കിഴക്കൻ പാകിസ്ഥാനിലെ ബീഹാറുകളുമായിരുന്നു റസാക്കന്മാരിൽ അധികവും. ജമാഅത്ത് ഇസ്ലാമി, അൽ ബദർ, അൽ ഷംസ് തുടങ്ങിയ ഉറുദു സംസാരിക്കുന്ന ബീഹാറി മുസ്ലിങ്ങളും പാകിസ്ഥാൻ വിഭജനത്തെ എതിർത്ത മത പാർട്ടികളുമായിരുന്നു ഇതിൽ പ്രധാനം. ഇന്ത്യൻ സൈന്യത്തിന്റെ പിന്തുണയുള്ള ഗറില്ല പ്രതിരോധ പ്രസ്ഥാനമായ മുക്തി ബാഹിനിയെ ചെറുക്കാനാണ് അൽ ബദറും അൽ ഷാമും ഉയർന്നു വന്നത്. ബംഗ്ലാദേശ് യുദ്ധത്തിൽ ക്രൂരതയുടെ മുഖമായി പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട് റസാക്കന്മാർ മാറി. 1971 ഡിസംബർ 16 യുദ്ധത്തിൽ പാക് സൈന്യം തോൽക്കുകയും ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്തു. ഇതോടെ റസാക്കർ യൂണിറ്റുകൾ പിരിച്ചുവിടപ്പെട്ടു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളെ എതിർത്തുള്ള ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ നിരോധിക്കപ്പെട്ടു. ബംഗ്ലാദേശ് സാക്ഷ്യം വഹിച്ച വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലാണ് റസാക്കർ എന്ന വാക്ക് വീണ്ടും ഉയർന്നു കേൾക്കുന്നത്. സർക്കാർ ജോലികൾക്കുള്ള സംവരണം ബംഗ്ലാദേശ് ഹൈക്കോടതി പുനഃസ്ഥാപിച്ചതായിരുന്നു പെട്ടെന്നുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നിൽ. സർക്കാർ ജോലികളിലെ കോട്ട സമ്പ്രദായം ഇല്ലാതാക്കുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ 2018 ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് ജൂൺ 5 ഹൈക്കോടതി തള്ളിയിരുന്നു. പക്ഷേ സർക്കാരിന്റെ അപ്പീലിനെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് ബംഗ്ലാദേശ് സുപ്രീം കോടതി ജൂലൈ 10 താൽക്കാലികമായി മരവിപ്പിച്ചു. സർക്കാരിന്റെ വാദങ്ങൾ ഓഗസ്റ്റ് 7 കേൾക്കാനും കോടതി തീരുമാനിച്ചു. പിന്നാലെയാണ് സമരവും തുടങ്ങിയത്. കോട്ട സമ്പ്രദായം പരിഷ്കരിച്ച് സർക്കാർ സർവീസുകളിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിയമം നടത്തണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം പതുക്കെ ശക്തിയാർജിക്കുകയായിരുന്നു. കോടതി നടപടികൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഷെയ്ഖ് ഹസീന സർക്കാർ വിസമ്മതിച്ചതോടെ പ്രതിഷേധം രൂക്ഷമായി. പ്രധാന പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി സമരത്തെ പിന്തുണച്ചു. ഇതിനിടെ പലയിടത്തും ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയും ഏറ്റുമുട്ടി. ഇതിൽ 151 പേരും കൊല്ലപ്പെട്ടു. പ്രക്ഷോഭം തുടർന്നാൽ ബംഗ്ലാദേശ് ഒന്നാകെ കലാപ ഭൂമിയായി മാറുമെന്നതിൽ സംശയമേയില്ല.